സോ ഗൈസ്, വൺ പീസ് ചാപ്റ്റർ 1179 സ്പോയിലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമൂസാമയുടെ ഫേസ് റിവീലായി. നമുക്കറിയാം, എല്ലാവരും നമ്മുടെ ഇമൂസാമനെ വെച്ച് ഒരുപാട് തിയറീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മുടെ ഇമൂസാമയുടെ ഫേസ് റിവീലായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇമൂസാമയുടെ ജെൻഡർ ഏതാണെന്നും നമുക്ക് മനസ്സിലായി. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചലഞ്ചിൻ്റെ 28ാമത്തെ ദിവസമാണ് ഇന്ന്. ഇനി ഒരു 2 ദിവസം മാത്രമാണുള്ളത്. നമുക്ക് എന്തായാലും 10K അടിക്കാൻ പറ്റില്ല. ഇനി നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് 8K എങ്കിലും അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. സോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഞാനതിനെ പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഈ സ്പോയിലേഴ്സ് പറഞ്ഞിട്ടുള്ളത് എവിടെയായിരുന്നു കഴിഞ്ഞ ചാപ്റ്റർ അവസാനിച്ചിരുന്നത് അവിടെ വെച്ച് തന്നെയാണ് ഇത് തുടങ്ങുന്നത്. നമ്മുടെ 5 എൽഡേഴ്സ് ഇമൂസാമനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാസലിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിക്കുമ്പോൾ പക്ഷെങ്കിൽ അവർക്കതിന് പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ഇമൂസാമ നമ്മുടെ എൽബാഫിൽ വലിയൊരു ടവറിൻ്റെ മേളിൽ ഇങ്ങനെ ഇരിക്കും. അവിടെ വെച്ച് നമ്മുടെ ഇമൂസാമ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കോങ്കർ ഹാക്കി യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അതോടുകൂടി എൽബാഫിലെ ചില വീടുകളും ചില മരങ്ങൾക്കും ജീവൻ വരുന്നുണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരെല്ലാം ഒരു ഈവിൾ സ്മൈലി അവരുടെ മുഖത്ത് കൊണ്ടുവരുന്നുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ ഓൾക്കേക്ക് ഐലൻഡിലെ ബിഗ് മാമിൻ്റെ പവർ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഇമൂസാമയുടെ ഈ പവേഴ്സ് ഇമൂസാമയുടെ ഡെവിൾ ഫ്രൂട്ട് വെച്ച് തന്നെയായിരിക്കും കിട്ടുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇമൂസാമയുടെ ജെൻഡർ ഇവിടെ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇമൂസാമ ഒരു മെയിലാണ്, അതും വളരെ ഹാൻസം ആയിട്ടുള്ള ഒരാളാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ഇമൂസാമയുടെ ചുറ്റും ബ്ലാക്ക് ക്ലൗഡ്സ് ഉണ്ടെന്നും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇത് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ക്യാരക്ടറിന് വലിയ 2 ഹോൺസ് ഉണ്ട്, നമ്മുടെ കായ്ഡോനുള്ളതുപോലെ. അതുമാത്രമല്ല, ആ ഒരു ഹോൺസിനുള്ളൊരു പ്രത്യേകത, അത് 2 തവണ കർവ് ചെയ്തിട്ടുണ്ടെന്നും അത് കാണാൻ എസ് പോലെ ഉണ്ടെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു തരത്തിലുള്ള അപ്പർ ക്ലോത്ത്സും ഈ ഒരു ക്യാരക്ടർ ഇപ്പോൾ വെയർ ചെയ്യുന്നില്ലെന്നും ഒരുപാട് ടാറ്റൂസ് നമ്മുടെ ഇമൂസാമയുടെ ദേഹത്തുണ്ടെന്നും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഈ ക്യാരക്ടറിൻ്റെ സ്കിൻ കളർ ഏകദേശം നമ്മുടെ ലുണേറിയൻസിൻ്റെ സ്കിന്ന് പോലെയാണുള്ളത് എന്നും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇമൂസാമയ്ക്ക് നമ്മുടെ ഡെവിൾസിനുള്ളത് പോലെയുള്ള ഒരു ടെയിലി ഇവിടെ ഉണ്ടെന്നും ഇത് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു വാല് വെച്ചായിരിക്കും നമ്മുടെ സാബോനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക എന്നാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ സാബോനെ അറ്റാക്ക് ചെയ്തത് എയറോ ലൈക്ക് എബിലിറ്റി വെച്ചായിരുന്നു. ഒരു പക്ഷേ ഈ ഒരു വാല് വെച്ചായിരിക്കും നമ്മുടെ നമ്മുടെ സാബോനെ ഏകദേശം കൊല്ലാനാക്കിയത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ഇമൂസാമയുടെ ഒരു വെറും വാല് വരെ നമ്മുടെ സാബോനെ കൊല്ലാനാക്കി കളയുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം പവർഫുൾ ആയിരിക്കും നമ്മുടെ ഇമൂസാമ. എനിക്ക് തോന്നുന്നത് ഈ ചാപ്റ്റർ മുഴുവൻ നമ്മുടെ ഇമൂസാമയുടെ എക്സ്പ്ലനേഷൻ മാത്രമാണ് ഉള്ളതെന്നാണ്. ഇമൂസാമയുടെ ദേഹത്ത് മുഴുവൻ വൈറ്റ് ടാറ്റൂസ് ഉണ്ടെന്നും അതിൽ ചിലതൊക്കെ ഒരു ഐ പോലെയുള്ള ടാറ്റൂസ് ആണെന്നും. പിന്നെ ഇത് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ഇമൂസാമയുടെ ചുറ്റുമുള്ള ക്ലൗഡ്സ് കണ്ടാൽ എവേക്കണായ ജോയാൻ യൂസേഴ്സിനെ പോലെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരുന്നത്, നമ്മുടെ ലൂച്ചിനെയും 5 എൽഡേഴ്സിനെയും പോലെ. പിന്നെ ആ ക്ലൗഡ്സിനൊക്കെ കണ്ണുകളുണ്ടെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇമൂസാമയുടെ കയ്യിലൊരു വെപ്പണിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഈ വെപ്പണിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് ബ്ലാക്ക് ക്ലൗഡ്സ് കാണാൻ പറ്റുമെന്നും നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ കയ്യിലുള്ള വെപ്പണ് പോലെ തന്നെ ഉണ്ട് ഏകദേശം. പക്ഷേ അവസാന ഭാഗം കുറച്ച് കെർവ്ഡായിട്ടുള്ളതെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇമൂസാമയുടെ വായിൽ നിന്ന് ചോര വരുന്നുണ്ടെന്നും ഇവിടെ പറയുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ തന്നെ നമ്മുടെ ഇമൂസാമയുടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മറ്റുള്ള ഒരു കാര്യങ്ങളും തന്നെ ഈ സ്പോയിലർ പറഞ്ഞിട്ടില്ല. സോ എനിക്ക് തോന്നുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ ഉണ്ടാവും. അതുപോലെ തന്നെ അടുത്ത ആഴ്ച ബ്രേക്കാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള ഈ സ്പോയിലറിൽ വെറും ഇമൂസാമയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമാണുള്ളത്. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാലഞ്ചിൻ്റെ ഭാഗമാകുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു സമയത്ത് കാണുന്നവരെ ബൈ ബൈ.